This is Echoes of the Word, where the gospel is proclaimed for healing and hope. Let the word of God echo in your heart today. കർത്താവ് പറയുന്നത് ഇതാണ്: ദാനത്തിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ചോദിക്കുന്നത് ഈ നോമ്പുകാലം നീ എന്തൊക്കെ ചെയ്യുമെന്നല്ല, ദാനം, പ്രാർത്ഥന, ഉപവാസം ചെയ്യുമോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അവൻ ചോദിക്കുന്നത് നീ ഇതാർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ജനങ്ങളുടെ കണ്ണിനായോ, അല്ലെങ്കിൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിന്റെ കണ്ണിനായോ? ക്രിസ്ത്യാനിയുടെ ജീവിതം ഇരട്ട സത്യത്തിന്റെ ഇടയിൽ ജീവിക്കുന്നു. മത്തായി 5 നിന്റെ നല്ല പ്രവൃത്തികൾ കണ്ട് പിതാവിനെ ആളുകൾ മഹത്വപ്പെടുത്തട്ടെ. മത്തായി 6 മറ്റുള്ളവർ കാണേണ്ടതെന്നു ധർമ്മം മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യാതിരിക്കുവിൻ. വിരോധമല്ല, തുലനം. ദൃശ്യമായിരിക്കണം സാക്ഷിയിൽ, അദൃശ്യമായിരിക്കണം സ്വയം പ്രചാരണത്തിൽ. യേശു കപടന്മാർ എന്ന് വിളിക്കുന്നത് അരങ്ങിലെ ഒരു നടനെയാണ്, മാസ്ക് അണിഞ്ഞ് ഒരു വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ. പുറത്ത് ധാർമ്മിക രൂപം, അകത്ത് പ്രശംസയ്ക്കും ശ്രദ്ധയ്ക്കും വിഷമിക്കുന്ന ഒരു ഹൃദയം. രബീന്ദ്രനാഥിന്റെ നയൻജോറിലെ ബാബുക്കൾ എന്ന കഥയിൽ ഇതിന്റെ ഒരു ബംഗാളി പതിപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. പുതിയ പണവും സ്ഥാനവും ലഭിച്ച ഒരു യുവബാബു, അകത്തു മുഴുവൻ സ്വയം മഹിമയിൽ മയങ്ങുന്നവൻ. പഴയ ധനികൻ കൈലാസ് ബാബു, സമ്പത്ത് പോയെങ്കിലും സൗമ്യതയും സ്വാഭാവിക മഹത്വവും കൈവശം. യുവബാബുവിന് പ്രശംസ വേണം, അവനെ വലിയവൻ എന്ന് കൈലാസ് ബാബു അംഗീകരിക്കണം. അത് നടക്കാത്തപ്പോൾ അവൻ കള്ളക്കളി ഒരുക്കുന്നു. വീട്ടിലെ പൈതൃക വസ്തുക്കൾ വരെ മോഷ്ടിച്ച് ഞാനാണ് അവനേക്കാൾ വലിയവൻ എന്ന് തെളിയിക്കാൻ. അവസാനം വെളിപ്പെടുന്നത് ഉള്ളിൽ ചെറിയവൻ ഈ യുവബാബു തന്നെയാണ്. തോറ്റവൻ പോലെ ഇരുന്ന കൈലാസ് ബാബുവാണ് ആത്മാഭിമാനത്തിന്റെ യഥാർത്ഥ മഹത്വക്കാരൻ. ഈ യുവബാബു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, അവരുടെ അഭിപ്രായത്തിനായി വലിയ ത്യാഗം ചെയ്യുന്നു. യേശുവിന്റെ ഭാഷയിൽ ഇതാണ് കപടഭക്തി. നീ ചെയ്യുന്ന നല്ലത് ദൈവത്തിന് സന്തോഷം കൊടുക്കാനല്ല, സ്വന്തം ഇമേജ് അടിപൊടിയാൻ. നോമ്പുകാലത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു, മാസ്ക് കഴിച്ച നേരെ എന്റെ മുമ്പിൽ വരൂ. ഇന്ന് യേശു 3 തവണ ഒരേ ഒരു വാഗ്ദാനം പുനരാവർത്തിക്കുന്നു: ദാനത്തിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈ വാഗ്ദാനത്തിൽ 2 പ്രധാന വാചകങ്ങളുണ്ട്. ആദ്യം, അവൻ പിതാവാണ്, ദൂരെ ഇരുന്നൊരു ഏജന്റല്ല, പിഴ കണ്ടെത്താൻ മാത്രം കണ്ണുള്ള ഇൻസ്പെക്ടറല്ല. എല്ലാ മനുഷ്യ പിതൃത്വത്തെയും ഉയർന്നു നിൽക്കുന്ന ഒരു പിതാവ്. നമ്മുടെ സ്വന്തം അച്ഛനെക്കുറിച്ചുള്ള കഠിന ഓർമ്മകളുണ്ടോ? ദൈവം അവന്റെ കോപ്പിയല്ല, അങ്ങനെ ആയിരിക്കേണ്ടിയിരുന്ന സത്യപിതൃത്വത്തിന്റെ പൂർണ്ണചിത്രം. രണ്ടാമത്, പിതാവ് കാണുന്നു. രഹസ്യങ്ങൾ അറിയുന്ന, എന്നാൽ ഒളിഞ്ഞിരിക്കുന്നതെല്ലാം അവന്റെ നോട്ടത്തിനടിയിൽ. നമ്മുടെ വിശുദ്ധി ഒരാൾക്കും അറിയില്ല എന്ന വേദനയിലായാലും ദൈവത്തിന്റെ മുമ്പിൽ അത്തരം അനാമികതയില്ല. മറ്റൊരാളും കാണാത്ത ചെറിയ ത്യാഗം, കണ്ണിൽ നിറഞ്ഞ് അടങ്ങിപ്പോയ ആവർത്തന കണ്ണുനീർ, വാക്കുകളില്ലാതെ നമ്മൾ സഹിച്ച വേദനകൾ പിതാവിന്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു. ഇപ്പോഴാണ് യേശു ഈ ഓഡിയൻസ് ഓഫ് 1 എന്ന സത്യത്തെ 3 നോമ്പുകാല തൂണുകളിലേക്ക് അനുവദിക്കുന്നത്: ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം. നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ, ചെയ്യുമോ എന്നല്ല, ചെയ്യുമ്പോൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ. 3 ക്രിസ്തീയ വിശ്വാസത്തിന്റെ അസംശയ പങ്ക്. ദാനത്തെക്കുറിച്ച് അവൻ പറയുന്നു: കഷ്ടർക്ക് ദാനം ചെയ്യുമ്പോൾ കാഹളം മുഴക്കരുത്, ഇടംകൈക്ക് വലംകൈ ചെയ്യുന്നത് അറിയാതിരിക്കട്ടെ. മനുഷ്യരുടെ കയ്യടി നേടാൻ നമ്മൾ സഹായിക്കുന്നുവെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പ്രതിഫലം മുഴുവൻ ഇവിടെ എടുത്തു തീർക്കുന്നത്. ആൽംസ് കൊടുത്ത ശേഷം മുറിയിൽ കടന്ന് സ്വയം കയ്യടി അടിക്കുന്നവരായിരിക്കരുത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഞാനല്ലേ ഇതൊക്കെ ചെയ്തത്, എന്നെ കൂടാതെ ഇവർക്കൊന്നും. യേശു പറയുന്നു, കൊടുക്കുക, പക്ഷെ കൊണ്ടു നടക്കരുത്. പിതാവ് മാത്രം അറിയുന്ന ഒരു സഹായം ഈ നോമ്പുകാലത്തിൽ തെരഞ്ഞെടുക്കൂ. പ്രാർത്ഥനയെക്കുറിച്ച് യേശു പറയുന്നു, മറ്റുള്ളവർ കാണേണ്ടതെന്നു നിൽക്കുകയും മുകളിലിരിക്കുകയും ചെയ്യരുത്. നിന്റെ മുറിയിലേക്ക് ചെല്ലുക, വാതിലടച്ച് ഒളിഞ്ഞിരിക്കുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. പുതുപ്രാർത്ഥന സത്യസന്ധമാകാൻ ഇടവേളയിൽ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടാവണം. ഈ നോമ്പുകാലം ദിവസം 10 മിനിറ്റെങ്കിലും ഫോൺ വെച്ച് മാറ്റി വാതിലടച്ചൊരു കോണിൽ പിതാവിനോട് മാത്രം സംസാരിക്കാനുള്ള സമയം പിരിച്ചിടാമോ? അവൻ പറയുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപേ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ പിതാവിന് അറിയാം. നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ അറിയിക്കാനല്ല, സ്വന്തം ദൈവത്തിന് ഏൽപ്പിക്കാൻ. നിങ്ങൾ ഉപവസിക്കുമ്പോൾ മുഖം വാട്ടരുത്. നിന്റെ തല എണ്ണയിടുകയും മുഖം കഴുകുകയും ചെയ്യുക. നീ ഉപവസിക്കുന്നത് മറ്റുള്ളവരറിയാതെ ഒളിഞ്ഞിരിക്കുന്ന പിതാവിന് മാത്രം അറിയുന്നവണ്ണം. ഉപവാസം സാധാരണ ഡയറ്റിംഗ് അല്ല, ദൈവത്തിലേക്കുള്ള ആഴത്തിലുള്ള വിശപ്പിനെ ഉണർത്തുന്ന ഒരു മാർഗം.
ശരീരം വിശന്നാൽ ആത്മാവിനുള്ള പൂർത്തിയാകാത്ത വിശപ്പ് ഓർമ്മ വരട്ടെ. മനുഷ്യൻ അപ്പം മാത്രം കൊണ്ടല്ല ജീവിക്കുന്നത്. ഉപവാസം നമുക്ക് സ്വയം നിയന്ത്രണവും ഒരാളെയും കാണിക്കാതെ ദൈവത്തിനുവേണ്ടി ചെറിയ ത്യാഗവും പഠിപ്പിക്കട്ടെ. ചാരം തലയിൽ പതിയുമ്പോൾ സഭ ഒരു വാക്ക് ചുരുക്കി നമ്മോട് ചൊല്ലുന്നു: മനുഷ്യ, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ തിരികെ പോകേണ്ടതുണ്ട്. നമ്മുടെ വീട് ഇവിടെയുള്ള പദവിയല്ല, ഇമേജല്ല, കയ്യടിയല്ല, പിതാവിന്റെ ഹൃദയമാണ്. നോമ്പുകാലം ഇതുവരെ നമ്മെ കവർന്നെടുത്ത വ്യാജ വീടുകളിൽ നിന്നും മടങ്ങി പിതാവിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഇന്ന് കർത്താവ് എളിയ 3 തീരുമാനങ്ങൾ നമ്മിൽ നിന്ന് ചോദിച്ചെടുക്കാം. ഒളിഞ്ഞ ദാനം, നിങ്ങളും പിതാവും മാത്രം അറിയുന്ന ഒരു സഹായം, ദൈനംദിന രഹസ്യ പ്രാർത്ഥന, വാതിലടച്ച് സ്ക്രിപ്ചർ തുറന്ന് ഹൃദയം തുറന്ന് ഒരു ചെറിയ നിശ്ചിത സമയം, ലളിതമായ വിനയമുള്ള ഉപവാസം, വെള്ളിയാഴ്ച ഒരു ഭക്ഷണം കുറയ്ക്കുക, അല്ലെങ്കിൽ രാത്രിയിൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ ഉപേക്ഷിക്കുക, വിശപ്പെത്തുമ്പോഴും കൈ ഇടറുമ്പോഴും ഒരു ചെറിയ പ്രാർത്ഥന. കർത്താവെ, ഇതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെയാണ് ആഗ്രഹിക്കുന്നത്. ചാരം തലയിൽ പതിയുമ്പോൾ സങ്കീർത്തനത്തിലെ ഈ നോമ്പുകാല പ്രാർത്ഥന നമുക്ക് കൂടി ചൊല്ലാം. ദൈവമേ, എന്നിലൊരു ശുദ്ധഹൃദയം സൃഷ്ടിക്കണമേ, നേരായ ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ അകറ്റിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നൊഴിവാക്കരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം വീണ്ടും എന്നിൽ പുതുക്കേണമേ. സ്വച്ഛന്ത മനസ്സോടെ നിന്നെ പിന്തുടരാനുള്ള ഒരു മനസ്സ് എന്നിൽ ഉറപ്പിക്കണമേ. കർത്താവ് പറയുന്നതിതാണ്: ദാനത്തിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ആമേൻ. Thank you for praying with us through Echoes of the Word. May the Lord bless you and heal your heart. If this message helped you, share it with someone who needs His word today.